പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Let us expect to have a really meaningful time. ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ഒന്ന് ലോങ്ങിങ്, നമ്മുടെ ആവശ്യബോധമാണ്. രണ്ട്, നമ്മുടെ പ്രതീക്ഷയാണ്. അതിനൊത്തവണ്ണം നമ്മെ കേൾവിക്കായി ഫലമേൽപ്പിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ആവശ്യമാണ്. നിങ്ങളെങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. യെസ്റ്റർഡേ വി ആർ റിയലി അറ്റൻഡിങ്, വളരെ ശ്രദ്ധിച്ചാണ് നിങ്ങളിരുന്നത്. എങ്കിലും പൊതുവെ പെന്തക്കോസ്ത് സഭകളിൽ കേൾവിയുടെ കാര്യത്തിൽ വളരെ കേൾക്കുന്നതിന് മുമ്പേ സ്തോത്രവും പ്രൈസിലോടും പലരും ശ്രദ്ധിക്കുന്നില്ല. കേൾവി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ നിലയിൽ ദൈവത്തിൻ്റെ വചനത്തിന് കേൾവിക്കായിട്ട്, അർത്ഥവത്തായ കേൾവിക്കായി ചില സമയങ്ങൾ കൂടി നമുക്ക് എടുക്കാം. എന്നോട് സമയത്തിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഹൗ യു ആർ ഗോയിങ് ടു റിസീവ്. നിങ്ങളുടെ കേൾവി അനുസരിച്ചായിരിക്കും ഞാൻ നിർത്താനും പോകുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ നടപ്പും പുരോഗതിക്കും ആവശ്യമായിരിക്കുന്ന, വളരെ അനിവാര്യമായിരിക്കുന്ന ചില ചിന്തകളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. ഹൗ വി കൻ miss the whole purpose living all together with a lot of excitement. വലിയ ആവേശത്തോടെ നമ്മൾ കാര്യങ്ങളുടെ നടുവിലായിരിക്കുമ്പോഴും ആത്യന്തികമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നഷ്ടമാകാം എന്നുള്ളൊരു വലിയ അപകടം, ചെറിയ അപകടമല്ല. നാം ഇന്നലെ രാത്രി കേട്ടവർ മിക്ക പേരിലും, വിച്ച് മീൻസ് വാസ്റ്റ് മെജോറിറ്റി, അധികം ആളുകളും എന്നാണ്, മൈനോറിറ്റി ആണെങ്കിൽ ശ്രമിക്കായിരുന്നു. സോ നമ്മുടെ ഈ ജീവിതവും വിളിയും എത്ര ഗൗരവത്തോടെ നാം സ്വീകരിക്കേണ്ടതാണ്. ആ ബന്ധത്തിൽ മറ്റൊരു ചിന്ത കൂടി ഞാൻ ഇന്ന് നിങ്ങളുടെ പങ്കുവെക്കുകയാണ്. നാം ജീവിക്കുന്ന ക്രിസ്തീയ സമൂഹം പശ്ചാത്തലം നാം ചിന്തിച്ചാൽ, ക്രിസ്തീയത എന്ന പേരിൽ ഒരുപാട് പഠനങ്ങൾ, ഊന്നലുകൾ, വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതികൾ. ഇതിന് പൊതുവിൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹം, അതിനകത്ത് പിന്നെയും അവാന്തര വിഭാഗങ്ങൾ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവാന്തര വിഭാഗങ്ങൾ. കേവലം സംഘടനാപരമായിരിക്കുന്ന വ്യത്യാസങ്ങൾ മാത്രമല്ല, ഫ്രം ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓരോ കൂട്ടം മറ്റൊരു കൂട്ടത്തിൽ നിന്ന് വളരെ വിഭിന്നമാണ്. ഓരോരുത്തരും പ്രധാനമായിട്ട് കരുതുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരും ചിന്തിക്കുന്നത്, അവരവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതികളുടെയും ഊന്നലുകളുടെയും പഠിപ്പിക്കലുകളുടെയും ഒക്കെ നടുവിൽ നാം ജീവിക്കുന്നു. ഓരോരുത്തരും, അല്ലെങ്കിൽ അധികം പേരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നു, what I believe is what is right. ഞാൻ വിശ്വസിക്കുന്നതാണ് ശരിയെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1000 ചിന്തകളും 1000 വ്യത്യസ്തമായിരിക്കുന്ന ഊന്നലുകളും സ്വാധീനങ്ങളുടെ നടുവിൽ 1000 അല്ല, 10,000 അല്ല, ഇറ്റ്സ് സോ ഡൈവേഴ്സ്. അത്ര വിഭിന്നങ്ങളാണ് ചിന്താഗതികളും ഊന്നലുകളും പഠിപ്പിക്കലുകളും. അതിന് നടുവിൽ how can we make sure that what we believe is right? നാം വിശ്വസിക്കുന്നതാണ് ശരിയെന്ന് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? എന്നോട് സത്യസന്ധമായിട്ട് ചിലത് ചോദിച്ചിട്ടുണ്ട്. How can we be sure? ഓരോരുത്തരും പറയുമ്പോൾ അവരുടെ വാക്യങ്ങളുണ്ട്, അവരുടെ ബോധ്യങ്ങളുണ്ട്. Everyone is right when he explains what he believes. ഓരോരുത്തരും പറയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ
ആളുകൾക്ക് തന്നെയും വലിയ മാറ്റങ്ങൾ നാം കാണാറുണ്ട്. ആളുകളുടെ ചിന്താഗതികൾക്ക് വലിയ മാറ്റങ്ങൾ നാം കാണുന്നുണ്ട്. അത്ര വലിയ ശക്തമായിരിക്കുന്ന സ്വാധീനങ്ങളുടെ നടുവിൽ സാധാരണ നാം വേഗത്തിൽ പറയുന്ന വചനം പഠിക്കണം. നാം വചനം ശരിയാണെന്ന് വെച്ചാൽ ബെരോയിലെ വിശ്വാസികളെ പോലെ തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. പഠിക്കുക എന്ന് പറയുന്നതിനകത്ത് തന്നെ നമ്മുടെ പഠനത്തിൻ്റെ നമ്മുടെ മികവുണ്ട്, നമ്മുടെ ബുദ്ധിയുണ്ട്, നമ്മുടെ യുക്തിചിന്തയുണ്ട്, നമ്മുടെ ഓർമ്മയുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ ചേർന്ന പഠനം തന്നെ ഇരിക്കുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ പഠനത്തിന്റെ മികവനുസരിച്ചും ഒരാളുടെ കോംപ്രിഹെൻസിബിലിറ്റി, ഗ്രഹിക്കാനുള്ള കഴിവനുസരിച്ചാണ് ഭക്തി പോകുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗ്രഹണശക്തിയുള്ളവരും കഴിവുള്ളവരുമായിരിക്കും they will be the most wise people who can understand better, who has a better logic and reasoning. How can we make sure we are going right? നമ്മൾ നേരെയാണ് പോകുന്നത് നമുക്ക് എങ്ങനെ ഉറപ്പ് വരുത്താൻ കഴിയും? ആ ബന്ധത്തിലാണ് ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വി നോ ദി സ്ക്രിപ്ചേഴ്സ്. തിരുവഴുത്തുകൾ അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ആ അറിവുകളോട് ചേർന്ന് സമാന്തരമായി നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചേർന്ന് പോകുന്നില്ലെങ്കിൽ നാം തെറ്റിപ്പോകും. Never think the right knowledge and understanding can take us right. ശരിയായ അറിവും പഠനവും നമ്മളെ ശരിയായി കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നത്. We should know right. ശരിയായി നാം അറിയണം. അതേസമയം we should live with the right attitudes. ശരിയായ മനോഭാവങ്ങളുമായി നാം ജീവിക്കണം. ആ ബന്ധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ സഭകൾക്ക് കൊച്ചു കൊച്ചു സന്ദേശങ്ങൾ, ഓരോ എപ്പിസോഡ്സ് ആണ്, ലേഖനങ്ങളാണത്. 7 സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ നാം ഓർക്കണം, അപ്പോസ്തലിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭകളാണ്. വളരെ വർഷങ്ങൾ കടന്നുപോയി, അനേക സ്വാധീനങ്ങൾ വന്നു, ഒരുപാട് ക്രൈസ്തവമായിരിക്കുന്ന കാര്യങ്ങളും പരമ്പരാഗതമായിരിക്കുന്ന കാര്യങ്ങളും പ്രവേശിക്കുവാനായിട്ടുള്ള നാളുകൾ, ഇടങ്ങൾ ഒക്കെ ഉണ്ടായി. corruption that has happened over centuries. നൂറ്റാണ്ടുകൾ കൊണ്ട് വന്നിരിക്കുന്ന ഒരു മലിനത നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാമെന്ന് കരുതുക. But in the very time when apostles were living, അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭകൾക്ക് ഉള്ള ലേഖനങ്ങൾ വായിക്കുമ്പോൾ how close error is to our feet and thinking and life. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കാലോടും ചേർന്ന് എത്ര വേഗം തെറ്റ് ചേർന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ ബന്ധത്തിൽ അതിനെ കാണുക. ഈ 7 സഭകൾക്ക് എഴുതുമ്പോൾ 5 സഭകളുടെയും കണ്ടീഷൻ വളരെ പിൻപിലായിരുന്നു, വളരെ ദുഃഖകരമായിരുന്നു. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും കൃപയിൽ നിന്നും വളരെ അകലെയായിരുന്നു. അപ്പൊ ഈ ബന്ധത്തിൽ അവർക്ക് എഴുതിയിരിക്കുന്ന ആ ലേഖന ബന്ധത്തിൽ അവർക്ക് സംഭവിച്ച ചില പിഴവുകളോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. വൈ വി ഏൺ, നാം എന്തുകൊണ്ട് തെറ്റിപ്പോകും, വാട്ട് വി ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ്, നാം ഏത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹൗ ക്യാൻ വി ഗോ റൈറ്റ്, നമുക്ക് എങ്ങനെ നേരെ ശരിയായി പോകാൻ കഴിയും, വാട്ട് ആർ അവർ സ്പിരിച്വൽ ചെക്കപ്സ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെങ്ങനെയാണ് സ്പിരിച്വൽ ചെക്കപ്പ്, നമ്മുടെ ആത്മിക പരിശോധനകൾ എന്തൊക്കെയായിരിക്കും. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബസ്സിലേക്ക് വരുന്ന സമയത്ത് അബുദാബി കഴിഞ്ഞ് കയറിയ ഫ്ലൈറ്റ് 2.5 മണിക്കൂർ റൺവേയുടെ അടുത്ത് എന്ന് കടന്ന് ഒടുവിൽ ഇറങ്ങേണ്ടി വന്നു. എൻ്റെ എൻ്റെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് നഷ്ടമായതാണ്. വേറെ നിലയിൽ ദൈവം പ്രത്യേക നിലയിൽ പ്രവർത്തിച്ച് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞു, എത്തേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, കൃത്യസമയത്ത് ആ ഫ്ലൈറ്റിന് വേണ്ട സ്പിരിച്വൽ ചെക്കപ്സ് നടക്കാവുന്നത് കൊണ്ട് റൺവേയിൽ ചെന്നാണ് ഒരു പ്രോബ്ലം പൈലറ്റ് അറിയാം.
അവിടെ തുടങ്ങി ആക്ച്വലി ആ യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആളുകൾ വളരെ ബുദ്ധിമുട്ടെന്നായിട്ട് എനിക്ക് മനസ്സിലായി. But there are regular spiritual checkups we should be subject to go right. നാം ഇതുവരെ ക്രിസ്ത്യ ജീവിതത്തിൽ ജീവിക്കുന്നതിന് നിരന്തരമായ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ആത്മീയ പരിശോധനകളുണ്ട്. ഇവിടെ അപ്പോസ്തലീയ സഭകൾക്ക് എഴുതുമ്പോൾ ഈ സഭകൾക്ക് ഉള്ള പൊതു പ്രശ്നങ്ങളെ നാം വിലയിരുത്തി കഴിഞ്ഞാൽ a time had come, അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആ നവീനത, നവ്യത, ഊഷ്മളത അത് നഷ്ടപ്പെട്ടു. അവരുടെ ആത്മീയമായിരിക്കുന്ന വലിയ അഭിവാഞ്ഛകൾ നഷ്ടപ്പെട്ടു. അവരുടെ ആത്മീയമായിരിക്കുന്ന വലിയ ആ മുമ്പോട്ടുള്ള ആ ത്വര നഷ്ടപ്പെട്ടു. ഈ 5 സഭകൾ, 7 5 സഭകളും പിന്മാറ്റ സഭകളായി തീർന്നിരുന്നു. നമുക്ക് ആദ്യമേ ശ്രദ്ധിക്കാൻ കഴിയുന്ന ആ സഭകളുടെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷം എന്ന് പറയാവുന്നത് they had become complacent. അവരുടെ ആത്മീയ നില സംബന്ധിച്ച് ഒരു തൃപ്തിയിലേക്ക്, ഒരു ആറിത്തണുത്ത അവസ്ഥയിലേക്ക്, അവരുടെ ആത്മീയമായിരിക്കുന്ന പ്രചോദനം നഷ്ടപ്പെട്ടു. ഓക്കെ, ഇറ്റ്സ് ദിസ് ഈസ് ഇറ്റ്. അവരൊരു പ്രത്യേക നിലയിലേക്ക് എത്തി. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരിടത്ത് വന്ന് നിലയുറപ്പിക്കുന്ന ഒരു അവസ്ഥ, അതിനപ്പുറത്തേക്ക് there is no scope. നമ്മളൊക്കെ പറയുമല്ലോ, കർത്താവേ എന്നോട് സംസാരിക്കണം, എന്നോട് വചനം സംസാരിക്കുന്നത് പറഞ്ഞാലും we always don't mean it. ഒരു പ്രത്യേക നിലയിൽ നമ്മളൊക്കെ പറയുകയാണ്. എങ്ങനെ വന്നാലും somewhere in a heart it's determined. നമ്മൾ പലയിടത്തും നമ്മൾ ഓരോരുത്തർക്ക് എത്തി എന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാലും എന്നോട് സംസാരിക്കണമേ ആഗ്രഹിക്കുന്നത് പറഞ്ഞാലും often നമ്മുടെ അകത്ത് ഹൃദയാന്തർഭാഗത്ത് we don't mean enough. നാം അത്രയോട് അർത്ഥമാക്കുന്നില്ല. എവിടെയൊക്കെ വന്ന് that's our limit. സാധാരണല്ലോ അതാണ് ഇങ്ങനെയൊക്കെ സഹായിച്ചാൽ നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ശക്തിയല്ല ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പം, നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ പൗലോസ് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്ന പ്രത്യേകിച്ച് ശക്തി കൊണ്ട് നേടാൻ ശ്രമിക്കരുത്, ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള ശ്രദ്ധപ്പെടുത്തലൊന്നും നാം പലയിടത്തും കാണാറുണ്ട്. I don't say to pray for God's power. ദൈവശക്തി വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. But somewhere that prayer itself is an excuse for things that we should be doing. പലപ്പോഴും ദൈവത്തിൽ കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നുള്ള ഒഴിവൊഴിവടായിട്ട് തീരാം എന്നുള്ള അപകടം നമ്മൾ മറന്നുപോകും. Somewhere we can be so complacent about things and we can bring words to express we mean more than that. നമ്മൾ വാക്കുകൊണ്ട് നാം വളരെ അർത്ഥമാക്കുന്നതായിട്ട് തോന്നാമെങ്കിലും ഇവിടെയോ നമ്മൾ മനസ്സുകൊണ്ട് we know it's our limit. നാം എവിടെയോ എത്തിച്ചേർന്നു. അതിനപ്പുറത്തേക്കുള്ള ഹൃദയംഗമായിരിക്കുന്ന ഹൃദയത്തിന്റെ ഒരു അനുധാവനം. കുട്ടികൾ ചിലരുണ്ടല്ലോ പഠിത്തം നിർത്തത്തില്ല. They just go study. They want special. They want super special. They go and go and go. സാധാരണ മനുഷ്യ ജീവിതത്തിനൊരു കാര്യം to be ambitious. It never ends. ആരോടത്ത് തൃപ്തരല്ല. എന്നോട് ബന്ധം നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഞാൻ ഓർക്കുന്നു. want to be the top. അതാണ് ഇതിന്റെ അർത്ഥമാക്കുന്നത്. നമ്മൾ ആരും ലോകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യം നാം തൃപ്തരല്ല. നാം തൃപ്തരാകുന്ന ഏക കാര്യം any things concerning God, ദൈവ വിഷയം സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ നാം വളരെ തൃപ്തരാണ്. നാം വാക്കുകളിൽ സമ്മതിക്കത്തില്ല. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? നാം തൃപ്തരല്ലെങ്കിൽ നമ്മുടെ വളരെ മുമ്പോട്ട് പോകുമായിരുന്നു. I say that's true. I know what I'm saying is true. If we were really longing and hungering for God,
and his kingdom would have definitely gone beyond. ദൈവത്തിനും ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാം അർത്ഥവത്തായി നാം വാഞ്ചിക്കുകയും ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ വളരെ അപ്പുറത്തേക്ക് പോകുമായിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. The poverty of the spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവർക്കുള്ളത്, ദൈവരാജ്യം അവർക്കുള്ളത്. Blessed are the poor in spirit. നമ്മുടെ ആത്മജീവിതത്തിന്റെ ബ്ലസ്സഡ്നെസ് എന്ന് പറയാവുന്ന ഒരു കാര്യം എന്നോട് പറയുക. Am I blessed? ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. Take this to your heart. Am I poor in spirit? എൻ്റെ ആത്മാവിൽ നിരന്തരം ആത്മാവിൽ in a wanting condition ആവശ്യബോധത്തിലായിരിക്കും. To be poor in spirit, ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം to be always in a wanting condition for God and things concerning God. ദൈവത്തെ സംബന്ധിച്ചും ദൈവത്തിനുള്ളത് സംബന്ധിച്ചും നിരന്തരമായിരിക്കുന്ന ഒരു ആവശ്യബോധം, in a thirst and hunger. അത് ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. It's a deep longing of the heart, the urgency of our spirit. നമ്മുടെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ആത്മരാത്രിടുക്കം for Christ. ക്രിസ്തുവിനെ സംബന്ധിച്ചും നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ സംബന്ധിച്ചും യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വീണ്ടെടുപ്പിലുള്ള മഹിമാ സമ്പത്ത് സംബന്ധിച്ചും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയിൽ നമുക്ക് വേണ്ടിയുള്ള വലിയ സാധ്യതകൾ സംബന്ധിച്ചും ദൈവമക്കളെ, നാം നമ്മുടെ വ്യത്യസ്ത ഉപദേശങ്ങളെ കുറിച്ചും ശരീരങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് people who have insight into the riches and glory that is in Christ. യേശു ക്രിസ്തുവിന്റെ മഹത്വവും ധനവും ഒക്കെ സംബന്ധിച്ച് ഉൾക്കാഴ്ച ലഭിച്ചിരിക്കുന്നവരെ തീരെ ആകെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഇത്രയും കാര്യം. യേശു ക്രിസ്തു താങ്കളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, വേഗം നൽകുന്നു. They don't know the fifth and the sixth and the seventh. Almost nothing. The best is എൻ്റെ പാപം മോചിച്ചു, എൻ്റെ രോഗം സൗഖ്യമായി, കർത്താവിനെ ഇന്നയോളം നടത്തി. എന്നെ നടത്തി എന്ന് പറയുന്നത് അർത്ഥമാകുന്നു. It's not much there. Remember the finished work of Christ. യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയിൽ നമ്മുടെ വീണ്ടെടുപ്പ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വലിയ മഹിമാധനം അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. We are settlers in the great continent of the riches of God in Christ Jesus. യേശു ക്രിസ്തുവിലെ മഹിമാ സമ്പത്ത് എന്ന് പറയുന്ന വലിയ ദൈവത്തിന്റെ ഭൂഖണ്ഡത്തിൽ ദൈവം നമ്മളെ പാർപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കൊച്ചു കുടിലൊക്കെ വെച്ച് അതിനകത്ത് താമസിക്കുക, പ്രൈസലോടൊക്കെ പറഞ്ഞു. No, it's there so much for us. The great riches in Christ. ഇത് സംബന്ധിച്ച് നമ്മുടെ ഉൾക്കാഴ്ച വർദ്ധിക്കും. നാം ആത്മാവിൽ ദരിദ്രരായിരിക്കുമ്പോൾ ഈ നിലയിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും. ഈ നിലയിൽ നമ്മുടെ അകത്ത് നിന്ന് പ്രകാശമുണ്ടാകും. ഈ നിലയിൽ നമ്മുടെ അകം വികസിക്കുവാനിടയായിത്തീരും. ഈ നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ ബോധം വർദ്ധിക്കും. ഈ നിലയിൽ വലിയ സമ്പന്നരായിത്തീരും. വലിയ മിഷണറി കോൺഫറൻസിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. നാട്ടിൽ ISRO സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സീനിയർ സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഒരു കോൺഫറൻസിൽ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തെ മാറ്റിയ ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം പറയായിരുന്നു. ഒരു കോൺഫറൻസിലായിരിക്കുന്ന സമയത്ത് വളരെ സീനിയർ സയന്റിസ്റ്റ് ഒക്കെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി, ഡോക്ടർ റാവു ആൻഡ് ഡോക്ടർ സിംഗ് ഓരോരുത്തരെ പരിചയപ്പെടുത്തി വന്ന സമയത്ത് ഒരു യൂറോപ്യൻ മിഷണറി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, ബ്രാഡ്ലി. ഐ എം എ ടൈലർ. മൂന്നാമത് പറഞ്ഞു, ഐ എം എ ബ്ലെസ്ഡ് മാൻ. ഡോക്ടർ റാവു ഡോക്ടർ സിംഗ് ഒന്നും അത് പറഞ്ഞില്ല. This tailor said, I am a blessed man. Brothers, sisters, there is something beyond what we have not seen, which is in Christ. യേശു ക്രിസ്തുവിലുള്ള കാര്യങ്ങളിലേക്ക് നബിസലേഖനത്തിൽ നാം വായിക്കുന്ന പോലെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, I pray that your eyes be open to see the hope of his calling. വിളിയാൽ അവന്റെ ഹൃദയത്തിൽ നമ്മെ സംബന്ധിച്ച് പറയുമല്ലോ,
ഞാൻ നിനക്ക് വേണ്ടി എത്ര അധ്വാനിച്ചു, നിനക്ക് വേണ്ടി എന്ത് പണം ചെലവാക്കി, നിന്നെക്കുറിച്ച് എനിക്ക് എന്ത് പ്രതീക്ഷകളായിരുന്നു, എന്ത് സ്വപ്നങ്ങളായിരുന്നു. ഇല്ലേ? അപ്പനമ്മയൊക്കെ പിള്ളേരോട് പറയാറില്ലേ, think what God could feel about us. So much I gave for you, so much I did for you, this was my expectation of you, this is what I wanted of you, this you could do, I made it all for you. ഇതെല്ലാം ഞാൻ നിനക്കായി തന്നു നിന്നെ അവിടെ ആക്കിയിരിക്കുകയാണ്. How come you are so poor? നീ എങ്ങനെ ഇത്ര ശുഷ്കിച്ച് ജീവിക്കുന്നു? Blessed are the poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Theirs is the kingdom of God. അവരുടെയാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിന്റെ കീ എന്ന് പറയുന്നത് ഇതാണ്. താക്കോൽ എന്ന് പറയുന്നത്, നമുക്ക് വീട് തുറന്ന് അകത്ത് കയറും, ഒരു മുറി കയറി അടുത്ത മുറിയിലേക്ക് കയറുന്നു, ഓരോ മുറിയിലേക്കുള്ള കീ എന്ന് പറയാം. ദൈവരാജ്യത്തിന്റെ സാധ്യതകളിലേക്ക്, വ്യാപനത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ഈ ഒരു മനോഭാവത്തിൽ, poverty of the spirit, ആത്മാവിന്റെ ആവശ്യബോധം. more. ഒരു കാര്യത്തിന് മാത്രം എനിക്ക് അത്യാഗ്രഹം പാടുള്ളൂ കേട്ടോ, ഒറ്റ കാര്യത്തിന് പാടില്ല. Never stop praying, never stop crying, never stop longing. നിരന്തരമായി അത്യാഗ്രഹം ആവശ്യമുള്ള ഒറ്റ കാര്യമത്, in my inheritance in Christ, ക്രിസ്തുവിലുള്ള എൻ്റെ അവകാശങ്ങൾ സംബന്ധിച്ച്. ഇത്ര മനോഹരമായിട്ട് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം ഏറ്റുകളഞ്ഞു. എന്നെ മനുഷ്യനാണ്, എന്നെ മണ്ടനാണ്, ഇതുപോലെ മനുഷ്യരുണ്ടോ? Tell it to yourself. നിങ്ങൾ പലപ്പോഴും നിങ്ങളോട് അത് പറയണം. ഏശാവിനെ വിട്ടുകളാം. ലോത്തിന്റെ ഭാര്യയുടെ ഇടത്തും ലോത്തിന്റെ സ്ഥാനത്തും ഏശാവിന്റെ സ്ഥാനത്തും ശിംശോന്റെ സ്ഥാനത്തും ഒക്കെ അവരെ പ്രതികളാക്കുന്നത്. Bring us there and say, is there reality, something about it to do with me? എന്നെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് ചോദിക്കേണ്ടവരാണ്. Often something attractive for the time. നമ്മുടെ ജീവിതത്തിന്റെ പല പ്രതീക്ഷകൾ, സാധ്യതകൾ, സ്വപ്നങ്ങൾ, ആകർഷണങ്ങൾ, ഇതിന്റെ നടുവിൽ often we miss our call. നമ്മുടെ വിളി നഷ്ടപ്പെടുത്താറ്. What God could do best for us, നമ്മുടെ ജീവിതത്തിൽ ഉത്തമമായി തന്റെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം വരേണ്ട അനേക കാര്യങ്ങൾ, in the timely attraction, ആ സമയത്തെ ആകർഷണത്തിലൊക്കെ we miss our way through all these. ഇങ്ങനെ അനേക ഇടങ്ങളിൽ കൂടി നമുക്കുള്ള നഷ്ടപ്പെടുന്ന ഒരു നിലയിൽ ആണ് remain എപ്പോഴും. Let the Spirit be in us. Blessed are the poor in spirit. അത് നമുക്ക് നഷ്ടപ്പെട്ടാൽ kingdom is closed. ദൈവരാജ്യം അടയ്ക്കപ്പെട്ടു എന്നാണ് എൻ്റെ മറുപടി. It's open for us. So for us we are poor in spirit. ആത്മാവിൽ നാം ദരിദ്രാവസ്ഥയിലായിരിക്കുന്നിടത്തോളം കാലം it's open. Beyond, മുമ്പോട്ട്. There is no limit there. അവിടെ ഒരു പരിധിയില്ല. We are into it all and more and more. Amen. മുമ്പോട്ട് വലിയ അനന്ത സാധ്യതകളിലാണ് നാം. സാധാരണ ദൈവരാജ്യം എന്ന് നാം കേൾക്കുമ്പോഴും, സ്വർഗരാജ്യം എന്ന് കേൾക്കുമ്പോഴും, ഇന്നലെ രാത്രി ഞാൻ കനാനയെ കുറിച്ച് പറഞ്ഞു. I don't know how much time I have to explain these things. സാധാരണ നമ്മുടെ മനസ്സിൽ ഉള്ളത് കനാനെന്ന് പറയുമ്പോൾ ഇവിടുന്ന് രക്ഷിക്കപ്പെട്ടു, ഇനി നാം കനാനിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിൻ്റെ വരന് വേണ്ടി മരണശേഷമുള്ള കാര്യം. അതല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ആത്യന്തികമായിരിക്കുന്ന ഈ പ്രസംഗങ്ങളെല്ലാം സ്വർഗത്തിൽ പോകാൻ മിനിമം എന്ത് ചെയ്യണമെന്നുള്ളതിനല്ല ഞാനീ പ്രസംഗിക്കുന്നത്. പലരും മനസ്സിൽ സ്വർഗത്തിൽ പോകാൻ, സ്വർഗത്തിൽ പോകാതിരിക്കുന്ന ആരാ പറഞ്ഞു? പലരും അങ്ങനെ ജീവിക്കുന്നു. വാട്ട് ഈസ് എ മിനിമം ഫോർ മീ ടു ഡു ടു ഗെറ്റ് ഇൻ ടു ഹെവൻ? സ്വർഗത്തിൽ പോകാമെങ്കിൽ കനാൻ എന്ന് പറയുന്ന ആ വാഗ്ദത്ത ദേശം വീണ്ടെടുക്കപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന അനുഗ്രഹാവസ്ഥയാണ്, സമ്പന്നതയാണ്, ജീവന്റെ സമ്പത്താണ്, മഹത്വമാണ്. യോശുവ കാലം മരിച്ചക്കരം പോയ ഒരു കാര്യത്തെക്കുറിച്ച് they in their lifetime possessed that promised land. അവരുടെ ജീവിത സമയത്ത് തന്നെ അവകാശമായ ഒരു ദേശത്തെ കുറിച്ചാണ് പറയുന്നത്. Okay, praise the Lord.
അത് വരട്ടെ. സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ വരവിൽ നമുക്കുള്ള ആ നിത്യരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാം. But God has prepared something for us now. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ചിലത് സൂക്ഷിച്ചിട്ടുണ്ട്, വച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തെ തോന്നിട്ടുമില്ല. അതങ്ങ് അക്കരെ ദേശത്തെ കുറിച്ച് ആണെന്ന് നിങ്ങൾ ധരിക്കരുത്. That is there. We don't know that. It's yet to come. But now, in a generation, in a godless generation, ഭക്തരായിരിക്കുന്ന ലോകത്തിൽ, ലക്ഷ്യമില്ലാത്ത ലോകത്തിൽ, അത്യശൂന്യമായിരിക്കുന്ന ലോകത്തിൽ, വീണ്ടെടുപ്പിൽ കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു മഹത്വമുണ്ട്, ഒരു ജീവിതമുണ്ട്. അത്ഭുതമായിരിക്കുന്ന, മഹത്തരമായിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. Praise the Lord. അതിലേക്ക്, അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. Amen. നാം എല്ലാവരും കർത്താവിലേക്ക് വരുന്ന സമയത്ത് ഓരോ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ ഒരു ആവശ്യബോധം ഉണ്ടെങ്കിൽ പറ്റുമോ? നാം സ്ഥാനത്തിലേക്ക് പോകുന്നത്, ഇപ്പോഴത്തെ സ്ഥാനത്തെ കുറിച്ച് ഞാനത് പറയുന്നില്ല. ഒത്തിരിയുള്ള ബാപ്റ്റിസം വളരെ കൾച്ചറൽ ബാപ്റ്റിസമാണ്. വീട്ടിൽ പറയും, അതിന് 18 വയസ്സായിട്ട് ഇപ്പോഴും നീ സ്ഥാനപ്പെട്ടില്ല, മുഴുവൻ നേരം ഉള്ളിൽ സഭയിൽ വന്നാലും എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, ആക്സെപ്റ്റൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നോട് അടുത്ത സമയം ഒരാള്, ഞാൻ അറിയുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു, ഇന്ന ആൾ സ്ഥാനപ്പെട്ടായിരുന്നത്, ഇവിടെയല്ല സ്ഥാനപ്പെട്ടത്, ഇന്ന സ്ഥലത്ത് നിന്നാ സ്ഥാനപ്പെട്ട, കാരണം അവൻ്റെ ചേട്ടനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് ദൂരെ പോയാൽ സ്ഥാനപ്പെട്ടെന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ്. എന്നോട് പറഞ്ഞ ആളൊരു അപാകത പറഞ്ഞൊന്നുമല്ല പറഞ്ഞിട്ട്, നിങ്ങൾക്കത് ചില ഹ്യൂമറസ് ആയിട്ട് ദിസ് ഈസ് ഹാപ്പനിങ്. പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ബാപ്റ്റിസം ഈസ്. ഇതിന്റെ അർത്ഥം ഇറ്റ്സ് ഓൾ ഗോൺ. എന്നാൽ ഞാൻ പറഞ്ഞത്, ഞങ്ങളൊക്കെ സ്ഥാനപ്പെടുന്ന സമയത്ത് നിങ്ങൾ പലരും സ്ഥാനപ്പെട്ട, ഞാൻ അതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ബട്ട് വാട്ട് ഐ സീ, ഇപ്പൊ കാണുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ സ്ഥാനപ്പെട്ടത് ഒരു ആവശ്യബോധത്തിൽ നിന്നാണ്. അത് സ്ഥാനപ്പെട്ടേച്ച് എൻ്റെ കോളേജിൽ പോകാന്ന് പറഞ്ഞാൽ ഇതുപോലും നാണക്കേടില്ല. സ്ഥാനപ്പെട്ട ആളാണെന്ന് കൂടെ പഠിക്കുന്നവരുടെ ഇടയിൽ അറിയപ്പെടുന്ന നാണക്കേടാണ്. ഇപ്പൊ കുറച്ചുകൂടെ ഫാഷനബിൾ ആയിട്ട് തീർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ക്രൈസിസ് ബിഫോർ പീപ്പിൾ. സ്ഥാനപ്പെടാനുള്ള തീരുമാനം ആളുകൾക്ക് ഒരു ക്രൈസിസ് ആണ്. There was a time it was a crisis. രണ്ടിലൊന്ന് തീരുമാനിച്ചത് പോകാൻ പറ്റത്തുള്ളൂ. മുങ്ങിച്ചാകാൻ പോകുന്നത് വെള്ളത്തിൽ മുങ്ങാൻ തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ആരംഭ സമയത്ത് നമ്മുടെ പല സ്റ്റെപ്സും നമ്മൾ എടുത്തിട്ടുള്ളത് ഓരോ നിലയിലുള്ള ആത്മാവിലെ പോവർട്ടി, ആവശ്യബോധത്തിൽ നിന്ന്. എപ്പോഴാണ് നമ്മുടെ ആത്മജീവിതത്തിനൊരു മാന്ദ്യം വന്നത്? ഒരു പീരീഡ് ഓഫ് ടൈം നമ്മുടെ ആവശ്യബോധം കുറഞ്ഞതനുസരിച്ച് നമുക്ക് മാന്ദ്യം വന്നു. ചില ആത്മീയ വളർച്ച അവിടെ നിന്നു. ഒന്നിൻ്റെ ആത്മജീവിതത്തെ ഗൗരവമായി എടുത്തില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മജീവിതത്തിലുള്ള സംതൃപ്തിയിലേക്ക് വന്നു, അത് തീർന്നു. There are many believers sitting the same way for the last 20 years. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുന്ന വിശ്വാസികളുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? What is new in the last 20 years as far as you and God is concerned? നിങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് എന്തെങ്കിലും എടുത്തു പറയാനായിട്ടുണ്ടോ? ചില മക്കൾ ഈ അവിടുന്ന് വിട്ട് കഴിഞ്ഞ് മരുഭൂമിയിൽ വന്നു കഴിഞ്ഞ് കനാൻ ദേശത്തേക്കുള്ള യാത്രയാണ്. എത്ര നാളാണ് കനാൻ ദേശത്തെത്താൻ? 40 years, 40 വർഷം, 38 വർഷം സെയർ പർവ്വതത്തിൽ തന്നെ ചുറ്റിക്കറങ്ങുകയാണ്. അവർ പാടുന്ന സിയോൻ സഞ്ചാരി ഞാൻ യേശു, ഇതെല്ലാം റൈറ്റ് സോങ്, റൈറ്റ് ക്ലാപ്സ്, റൈറ്റ് സിംഗിങ്, റൈറ്റ് ഡാൻസിങ്, റൈറ്റ്, എല്ലാം ശരിയായ കാര്യങ്ങളാണ്. ഇറ്റ്സ് എ സർക്കുലർ മൂവ്മെന്റ്, നോട്ട് എ ലീനിയർ മൂവ്മെന്റ്. ഇതിങ്ങനെ കിടക്കുവാണ്. ബുധനാഴ്ച ബൈബിൾ ക്ലാസ്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച ആരാധന, ഇടയ്ക്കത്തെ റിട്രീറ്റ്സ്. ഇറ്റ്സ് ഗോയിങ് ഓൺ, ഗോയിങ് ഓൺ, ഗോയിങ് ഓൺ, വാക്കിംഗ്, വാക്കിംഗ്, റീച്ചിങ് നോവേ. ഇവിടെ ഇപ്പൊ ഞാനാവട്ടെ ഈ ഹോളിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി എത്ര നടക്കാൻ വിചാരിക്കുന്നത്? ആയുഷ്പര്യത്തിൽ നടക്കാം, ക്ഷണിക്കില്ല. But where am I to go reach? ഞാൻ എവിടെയാണ് എത്താൻ പോകുന്നത്? No. സോ ഏതാണ്ടൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ എത്തുന്നില്ല. പലരുടെ ജീവിതത്തിൽ ചില സമയം അത് സെറ്റിൽഡ് ആകാൻ, പലരുമല്ല, സെറ്റിൽ അല്ലാത്തവരെ കാണാനാണ് എളുപ്പം. വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് പീപ്പിൾ ഹു ആർ ഗോയിങ് ഓൺ
മുൻപോട്ട് നീങ്ങുന്നവരെ കാണാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞില്ല, ചിലരെ സമയത്തോളം സാധാരണ തലങ്ങളിൽ നാം പുറത്തേക്ക് പോകും. ബിഗിനേഴ്സ് ഉണ്ട്, ഒരു അടുത്ത് തട്ടി നിൽക്കും. എന്നാൽ ചിലരെ സമയത്തോളം they go ahead. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നവരാണ് കർത്താവ് ഉപയോഗിക്കുന്നവരും ദൈവം വചനം കൊടുത്തിരിക്കുന്നവരും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള നിലയിലേക്ക് വരുന്ന കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നവരാണ്. പക്ഷെ എവിടെ എത്തിക്കഴിഞ്ഞാൽ മറ്റേ ശുശ്രൂഷയൊക്കെയായി, പേരൊക്കെയായി, രണ്ടോന്ന് TV പ്രോഗ്രാമൊക്കെയായി. So what? It's over. There is no end. നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഏത് ലോകത്തിലെ എത്ര ഉത്തമമായിരിക്കുന്ന കാര്യങ്ങളും ഒരു സമയക്ലിപ്തതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് കാലാവധിയുണ്ട്. എത്ര ഉത്തമമായിരിക്കുന്ന ജോലിക്കും റിട്ടയർമെന്റ് ഉണ്ട്. Everything in the world gets old and worn out. ലോകത്തിലെ എല്ലാ കാര്യവും പഴകയും പ്രായമെത്തിച്ചേരും. There's one thing that can be renewed. എൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം. At what age? ഏത് വയസ്സിലെ കാര്യമായി പറയുന്നു? നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം. നിന്റെ വായിക്ക് നന്മ കൊണ്ട്. It comes the goodness of God. It can be total renewal. ഞാൻ സാധാരണ പറയാറുണ്ട്, കർത്താവിന്റെ മണവാട്ടി എനിക്ക് എത്ര വയസ്സുണ്ട്? കർത്താവ് ചേർക്കാൻ വരുന്ന കുറെ കിഴവന്മാരും കഴിവരികളെന്ന് വിചാരിക്കുന്നുണ്ട്. It's come for a young bride. You cannot be young physically. നിങ്ങൾക്ക് ശാരീരികമായിട്ട് തിരിച്ചു പോകാൻ കഴിയില്ല. എത്ര മുടി കറപ്പിച്ചു വെച്ചാലും ഏതെല്ലാം കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാലും one day it will be manifest. You cannot come back to your youth. But there is a way your youth can be maintained and renewed. നിങ്ങളുടെ യൗവനം കാക്കപ്പെടാനായിട്ട് കഴിയും. It's a transaction with God. ദൈവത്തോട് നിങ്ങളുടെ ബന്ധമാണ്. നിങ്ങളുടെ വിളിയിൽ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്വത്തിലും ദൈവത്തിന്റെ ധനത്തിലും നിങ്ങളുടെ ജീവിതത്തെ കൊണ്ട് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. Amen. Being rich in the life and glory in Christ. യേശു ക്രിസ്തുവിന്റെ ജീവനിലും മഹത്വത്തിലും നാം സമ്പന്നരായിക്കൊണ്ടിരിക്കുക. Praise the Lord. Hallelujah. Your life can be fresh. എപ്പോഴും പുതുക്കപ്പെട്ടതായിരിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അന്തരംഗത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വചനമുണ്ടായിരിക്കാനായിട്ട് കഴിയും. You will always have a word of encouragement for others. മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രോത്സാഹനത്തിന് വചനമുണ്ടായിരിക്കാൻ കഴിയും. Something new about God. ദൈവത്തെ സംബന്ധിച്ച് വഴികളെ സംബന്ധിച്ച് എപ്പോഴും ബുദ്ധനായിട്ട്. It's an exciting life. ഇത് എനിക്കൊന്നല്ല, പല കേസ് എനിക്കറിയാം. അവരുടെ വീട്ടിൽ ഇതാ നിന്റെ ഭക്തി ഇരിക്കുന്നത്. ഞാനിങ്ങനെ ചിരിച്ച് കളിച്ചു കൊണ്ടിരുന്നു. ഭക്തിയൊക്കെ എഴുതുന്ന ആളുകളെല്ലാം കഴിഞ്ഞു. ഇതുപോലെ എത്ര ബോറൻ ലൈഫാണ് പല ഭക്തരുടെയും ജീവിതം. People are not attracted to that. It's a wonderful life. Amen. They should feel. എനിക്കുള്ളതുകൊണ്ട് എന്താ കാര്യം? See, he doesn't have that. എനിക്കുള്ളതൊന്നും ആൾക്കില്ല. But how blessed he is. എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കിട്ടിയില്ലേ എപ്പോഴും നമ്മളിങ്ങനെ കിട്ടാത്ത ഓർത്തിരിക്കുകയാണ്. പൗലോസ് എന്താ പറയുന്നത്? ദരിദ്രരെങ്കിലും അനേകരെയും സമ്പന്നരാണ്. ഇല്ലാതിരിക്കുമ്പോഴും വളരെ ഉള്ളവരാണ്. It's a different arithmetics. മറ്റൊരു കണക്കാണ്, മറ്റൊരു ജീവിതമാണ്, മറ്റൊരു സാധ്യതയാണ്. The life in Christ, യേശു ക്രിസ്തുവിന്റെ മഹനീയ ജീവിതം. അതുകൊണ്ട് നാം മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് എത്തിയ ശേഷം മറ്റുള്ളവരെക്കാൾ മുകളിലായി കഴിയുമ്പോൾ നമ്മുടെ ലിമിറ്റ് തീർന്നു അർത്ഥമില്ല. നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. Amen. നമുക്കങ്ങനെ ഒരു സമയത്ത് നമ്മൾ ആത്മാവിൽ എങ്ങനെ ദരിദ്രരായിരുന്നു, അതിന്റെ ഫലമായിട്ടുള്ള ഒരിടത്താണ് നാം വന്നിരിക്കുന്നത്. Our past has determined our present.
നമ്മുടെ മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നു അതിൻ്റെ ഫലത്ത് ആയിട്ട് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. ആൻഡ് അവർ പ്രസന്റ് ഈസ് ഗോയിങ് ടു ഡിസൈഡ് അവർ ഫ്യൂച്ചർ. ഇന്ന് നാം എങ്ങനെയായിരിക്കും അതാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കാനായിട്ട് പോകുന്നത്. Come on my brothers and sisters, come on. ആത്മാവിൽ ദരിദ്രരാണോ എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണ്? You have that spirit of crying. നിങ്ങളുടെ അകത്ത് പ്രാർത്ഥനയുടെ ആത്മാവുണ്ട്. ദൈവത്തോട് നിങ്ങളുടെ അന്തരംഗത്തിലെ ഞരക്കമുണ്ട്, നിലവിളിയുണ്ട്, അഭിവാഞ്ജയുണ്ട്. ദാറ്റ്സ് വൺ തിങ്. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ആത്മാവിൽ ദരിദ്രനാണെന്നുള്ളതിന് മറ്റൊരു ഇൻഡിക്കേഷൻ ഞാൻ പറയട്ടെ. യു ക്യാൻ ലൈറ്റ് ഓൺ യുവർസെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടായിക്കൊണ്ടിരിക്കും. പലർക്കും അതല്ലാത്തത്. They don't know the impression they leave. തങ്ങൾ കൊടുക്കുന്ന ധാരണ എന്താണെന്ന് അവർക്കറിയത്തില്ല. തങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നം എന്താണ്, തങ്ങളുടെ പെരുമാറ്റത്തിന്റെ പ്രശ്നം എന്താണ്, തങ്ങളുടെ സ്വഭാവത്തിന്റെ വൈകല്യം എന്താണ്. They think they are right, they are okay. ഒത്തിരി പ്രശ്നങ്ങളുടെയും പിന്നിൽ ഈ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ. ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് ഒത്തിരി പച്ചായ നാണക്കേടാ, ഇതെങ്ങനെയൊന്നും അല്ല, അത് കുഴപ്പമൊന്നുമില്ല, എന്നോട് ആരും പറയും നീ അല്ലെങ്കിലും അങ്ങനെ. Don't want to accept. ഭാര്യയോടാണെങ്കിൽ ഭർത്താവ് പറഞ്ഞു നീ കാണുന്നതിനെല്ലാം എന്നിട്ട് പറയുകയല്ല, ഇതിനെല്ലാം മറുപടി പറയാനും കാണുന്നവരല്ല ഇത്രയും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കാനും ഇത് വേണ്ട. അച്ചാരെ കൊണ്ട് ഞാനാകുന്നില്ല, അച്ചാൻ ഒരു മനുഷ്യരോടും മിണ്ടത്തില്ല, ഞാനിങ്ങനെയാണ് എല്ലാവരും കൊണ്ട്. No, there is no end to all that. We don't want to. നമുക്ക് നമ്മെ അറിയുന്നില്ല. ആത്മാവിൽ ദരിദ്രരായിരിക്കുമ്പോൾ we can know ourselves in the light of God. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെക്കുറിച്ച് ഒത്തിരി ബോധമുണ്ട്. ബോധം ഞാൻ പറഞ്ഞത് എന്താ? ഉറക്കെന്ന് പറയാം, ബോധം. ഒന്ന് ഉറക്കെ പറയാം. നമുക്ക് ഇത് വളരെ കുറവാണ്. സുബോധം. സുബോധം പറയത്തില്ല, മനുഷ്യന് ബോധമില്ല എന്ന് പറയത്തില്ല. അങ്ങനൊരു ബോധക്കേട് നമുക്കൊക്കെ ഉണ്ട്. നമ്മളറിയുന്നില്ല ഒത്തിരി ബോധക്കേട് കാണിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചങ്ങലയിലിടണമെന്ന് തോന്നും. അത്ര വലിയ ദേഷ്യം, ഭ്രാന്തെന്ന് പറയുന്നത്. ചിലക്കൊരു സാവധാനതയില്ല. കേൾക്കുന്നതിന് മുഴുവൻ കേൾക്കുന്നതിന് മറുപടി പറഞ്ഞിരിക്കുക. ഇറ്റ്സ് നോട്ട് റെലവന്റ്. യു ആർ നോട്ട് സപ്പോസ് ടു സേ എനിത്തിങ് ദെൻ. യു ഡോണ്ട് ഹാവ് ഇറ്റ്. സാറിന് ഇങ്ങനെയുള്ള യോഗങ്ങളിലൊക്കെ ഫാസ്റ്റ് പറയും നമുക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം പ്രാർത്ഥിക്കും. നാം കേട്ട വചനത്തിൽ നിങ്ങളോട് ദൈവം എന്താ സംസാരിച്ചത്? ദൈവസഭയിട്ട് പറയുമ്പോൾ പ്രാർത്ഥന ഫാസ്റ്റ് അനുഗ്രഹിക്കണമേ, പ്രാർത്ഥന ശുശ്രൂഷ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണം. ഇത് ഒരാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഹാപ്പനിങ്. We say we are full of the Spirit, പരിശുദ്ധാത്മാവ്, ആത്മാവ്, ശക്തി, അത് ഇതെല്ലാം. We don't have the minimum of things. That's true. ഏറ്റവും കുറഞ്ഞ കാര്യത്തിൽ പോലും നമ്മുടെ ജീവിതം വളരെ ദുഃഖകരമാണ്. ലൗകികർക്ക് നമ്മളെക്കാളും പരിജ്ഞാനം വിവേകവും. That's true. കണ്ണു തുറന്നും കാണണം. Ungodly people are wiser than so-called godly people. അഭക്തർക്ക് ഭക്തി ഉള്ളവരെ കാണും ബോധം. Why we don't get light on ourselves? നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല. കാരണം നാം ആത്മാവിൽ തരത്തിലല്ല. ഇനി വെളിച്ചം കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ, കിട്ടുന്നില്ല, ആർക്കെങ്കിലും വല്ലതും മിണ്ടാൻ പറ്റും, ഒന്ന് പറയാൻ പറ്റും. ഇത്ര നേരം ആലോചിച്ചിട്ട് വേണോ വെച്ചാൽ പ്രത്യേകിച്ചും പ്രായം കൂടുന്നവർ ഒന്നും പറയാൻ കഴിയത്തില്ല. എന്നെ പാടാ ഒരു കാര്യം. ചേൻ്റെ മൂടി ശരിയായിരിക്കണം, ചേൻ പ്രതികരിക്കാതെ അവതരിപ്പിക്കണം, എന്നെ പാടാ. If we could frankly speak to one another, നമുക്ക് തുറന്ന ചെല്ലോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എനിക്കറിയാം സഹോദരിമാരെ, നിങ്ങളുടെ നെറ്റിക്ക് കരിയിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും പാടിയിരിക്കുകയാണെങ്കിൽ ആരും പറഞ്ഞാൽ സന്തോഷമാണെന്ന് എനിക്കറിയാം. പുറത്തൊക്കെ മീനിങ്ങിൽ പോകാൻ നേരം മാമേ ആണ് അവിടെ ഒരു ഇതിരിക്കുന്ന പറഞ്ഞു താങ്ക് യു ഒക്കെ പറയും. അതുപോലൊരു കരിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. Why can't we frank to one another and speak to one another? നമുക്ക് എന്തുകൊണ്ട് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല?
We are big people, experts. I'm right, I'm big, I know it. എന്നോടത് പറയണ്ട, ആരും പഠിപ്പിക്കുന്നു വേണ്ട. നീ പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ജനിച്ചിട്ട് പോലും ഇത് ചിലർ പറയത്തില്ല, ചിലർ പറയാതെ മനസ്സിൽ കാണും. How kind of nonsense we carry in our head? Because we are not humble before God and we don't have the light of God. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നാം ജീവിക്കുന്നില്ല, മറിച്ച് വെളിച്ചമില്ലാത്ത കാര്യങ്ങളിൽ. ദൈവങ്ങളെ, നമ്മുടെ മക്കൾ പറഞ്ഞാലും ശ്രദ്ധിക്കണം കേട്ടോ. നല്ലതാണ്. പിന്നെ പലരുമാണ് പറയുന്നത്. അവർ പറയത്തില്ലായിരിക്കും, അവർ മുഖത്ത് കരുതൊക്കത്തെ ഉള്ളായിരിക്കും. അയ്യോ, ഈ മനുഷ്യനെ കണ്ടു. പിള്ളേർ പറയുമ്പോഴേക്കും ശ്രദ്ധിക്കും. ഞാൻ ഇതിനത് പറയാൻ പോയത് ഉണ്ടായിരുന്നു. നീ കൊണ്ടാകും, നിനക്ക് ഉണ്ടാകും. Listen, it's good for you. Be open, be humble, be honest. ഞാൻ പറയും, ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒറ്റ വാക്യം പറഞ്ഞ is honesty, പരമാർത്ഥതയാണ്. You don't have that, have anything, it's useless. ഒന്നും കൊണ്ടും be honest to God, His word, to yourself, to others. ദൈവത്തോടും ദൈവവചനത്തോടും നമ്മോടും മറ്റുള്ളവരും സത്യസന്ധമുള്ളവരാണോ? It will save you. തൽക്കാലം നമുക്ക് ഏത് സ്വാധീനം വന്നാലും, ഏത് ദുരുപദേശം വന്നാലും, എവിടെ കുഴപ്പമുണ്ടായാലും അങ്ങോട്ട് തൽക്കാലത്തേക്ക് ചെരിഞ്ഞാലും അൾട്ടിമേറ്റ്ലി യു വിൽ റൈറ്റ്. തെറ്റെന്നുള്ളത് ബൗദ്ധികമല്ല, നിങ്ങൾ ഓർക്കണം. അവരുടെ ഹൃദയത്തിൽ തെറ്റിപ്പോയി. തെറ്റ് അടിസ്ഥാനമായിട്ട് ഹൃദയത്തിലെയാണ്, ഇന്റലക്ച്വൽ അല്ല. Have a good heart, right heart, humble heart, honest heart. And have spiritual specifics. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നു എന്നുള്ളതിന്റെ ഭക്ഷണത്തിൽ have spiritual specifics. നമ്മുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ നമുക്ക് അവരുടെ ആത്മീയ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ വേയില്ല, കടം മുഴുവൻ കൂടെ വാങ്ങിക്കുന്ന രീതിയിൽ. ദിസ് തിങ് ആൻഡ് ദിസ് തിങ്. നിങ്ങൾ കടയിൽ ചെന്ന ശേഷം അത് മുഴുവൻ കൂടെ എന്ന് പറയാറുണ്ടോ? ഇല്ല. യു നോ വാട്ട് യു വാണ്ട്. നിങ്ങൾ ആത്മാവിൽ ദരിദ്രമാണെങ്കിൽ, ആവശ്യപാത്രമാണ്, യു ഹാവ് സ്പെസിഫിക്. ആ കാര്യത്തിൽ ആ മനുഷ്യനോട് ക്ഷമിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ക്ഷമമാണ്, ഞാൻ ക്ഷമിക്കാൻ പറ്റും. ഈ സ്വഭാവമായിട്ട് മുമ്പോട്ട് പോകാൻ പാടാണ്. എൻ്റെ ഇറിറ്റേഷൻ, my impatience and അക്ഷമ. I can bear people. എനിക്ക് ആളുകളെ സഹിക്കാൻ കഴിയുന്നില്ല. Something specific. നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ എപ്പോഴും സ്പെസിഫിക്സ് ഉണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങൾ ആത്മാവിൽ തരത്തിലാണ്. ഒന്നുമില്ലെങ്കിൽ കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ കേൾപ്പിക്കണമേ, ഇറ്റ്സ് ഓൾ പ്ലാൻ. ലിവിംഗ് വിത്ത് സ്പെസിഫിക്. അതാണ് നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണോ എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ്. ഓക്കെ, 5 സഭകൾ സംഭവിച്ച ഒരു വലിയ പരാജയം. അവരുടെ ആത്മീയ ദരിദ്രാവസ്ഥ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ 7 സഭകൾ കഴിയുമ്പോൾ എല്ലാ സഭകളുടെയും ഒടുവിൽ പറയുന്ന ഒരു കാര്യം, എല്ലാവരും പറയുന്നൊരു കാര്യം എന്താ? കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭ ഇത് തരും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും ഡെഫൻഡമായിട്ടുണ്ടെങ്കിൽ ഇല്ലേ? അങ്ങനെ ഉണ്ടോ? We can have good ears and be deaf. നല്ല ചെവിയുള്ളപ്പോൾ തന്നെ നമുക്ക് കേൾവിയില്ലാത്തവരായിരിക്കാൻ കഴിയും. The importance of hearing, കേൾവിയുടെ പ്രാധാന്യം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എത്ര പ്രധാനമാണ് കേൾവി എന്ന് പറയുന്ന കാര്യം. ശ്രദ്ധിക്കുക. It's very important to hear God. ദൈവത്തെ കേൾക്കുക എന്ന് പറയുന്നത് സുപ്രധാനമാണ്. TV ഡെയിലി ന്യൂസ് കേട്ടില്ലെങ്കിലും നിങ്ങൾ പ്രധാനമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കേട്ടില്ലെങ്കിലും it's most important to be hearing God.
ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ദൈവമല്ലേ നിങ്ങളെ വിളിച്ചത്, ദൈവമല്ലേ നിങ്ങളെ വിളിച്ചിറക്കിയത്, ദൈവമല്ലേ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, ദൈവമല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, ദൈവത്തിന്റെ വഴിയിലല്ലേ നാം നടക്കേണ്ടത്. ദൈവത്തെ കേട്ടില്ലെങ്കിൽ എങ്ങനെ സാധിക്കുക? നമ്മൾ എത്ര പുസ്തകം, നമുക്ക് എത്ര വേർഷൻസ് നമ്മുടെ വീട്ടിലുണ്ട്, എത്ര ബൈബിളുകൾ നമുക്കുണ്ട്, എത്ര കാലങ്ങളായിട്ട് നാം തുറന്നു പിടിക്കുന്നത്. ഡു യു ഹിയർ ഗോഡ്? ദൈവത്തെ നാം കേൾക്കാറുണ്ട്. നമുക്ക് ഈ ഗ്രന്ഥവും ഇതിൻ്റെ വാക്യങ്ങളും നാം അതിൻ്റെ കാര്യങ്ങളുമായിട്ടെല്ലാം വളരെ പണിപ്പെടുകയാണ്. കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അന്തരാർത്ഥങ്ങൾ ഗ്രഹിക്കാനും ഒക്കെ നാം ശ്രമിക്കുന്നുണ്ടെങ്കിലും although we have God's book, we little hear God. ദൈവത്തിൻ്റെ പുസ്തകം നമുക്കുണ്ടെങ്കിൽ നാം വളരെ വളരെ കുറച്ച് മാത്രമല്ലേ ദൈവത്തെ almost never. What a difference it brings when we hear God. ദൈവത്തെ കേൾക്കുക എന്ന് പറയുന്നത് എത്ര വലിയ വ്യത്യാസമാണ്. That brings us clarity. അത് മാത്രമല്ലേ നമുക്ക് വ്യക്തത തരുള്ളൂ, നമുക്ക് മാർഗം തരികയുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ പുസ്തകം വളരെ അടഞ്ഞാണ് നമുക്കിരിക്കുന്നത്. കേൾക്കാനും പഠിപ്പിക്കാനും നാം സമയമെടുക്കുന്നു, നാം കേൾക്കുന്നില്ല. ഈ ആദിയിൽ വചനമുണ്ടായിരുന്നു പറയുന്നത് ലോഗോസ് എന്നാണ്. വചനം എന്നുള്ളതിന്റെ പദം ലോഗോസ്. നമുക്ക് ഇങ്ങനെ പറയാം, വേർഡ്, ദ റിട്ടൺ വേർഡ്, ദി ആബ്സ്ട്രാക്ട് വേർഡ്, ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്നത്. ആ വചനത്തിന് പിന്നിലുള്ള വസ്തുത, സത്യം, ആശയം, ദ റിട്ടൺ വേർഡ്, എഴുതപ്പെട്ടിരിക്കുന്ന അതെല്ലാം ലോഗോസ് എന്ന് പറയാം. കർത്താവ് പറഞ്ഞ ആ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. കർത്താവ് പറഞ്ഞല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളുണ്ട്. എവ്രി വേർഡ് അത്രയും ജീവിക്കുന്നു. ഞാൻ നമ്മുടെ കാര്യം പറയാം. നമ്മുടെ കയ്യിൽ ഈ പുസ്തകം കിട്ടിയതുകൊണ്ടോ ഈ ലോഗോസ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടോ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് നോഹയുടെ പെട്ടകത്തിന്റെ അളവറിയാൻ പറ്റും, ഇസ്രായേലിലെ പെരുന്നാളുകളെ കുറിച്ച് അറിയാൻ പറ്റും, പൗലോസിന്റെ മിഷണറി യാത്രയെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. നമുക്ക് ലേഖനങ്ങളുടെ വ്യത്യസ്ത ആശയങ്ങളും തീമും ഒക്കെ നമുക്കറിയാൻ പറ്റും. To have the scripture doesn't mean we have the word. തിരുവഴുത്തുകൾ കിട്ടിയത് കൊണ്ട് വചനം കിട്ടുന്നില്ല. The word is God's word uttered to you. നിങ്ങൾക്കത് വ്യക്തിപരമായി ലഭിക്കുമ്പോൾ മാത്രമേ അത് വചനമാകത്തുള്ളൂ. ആ വചനത്താൽ മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയും. And we need that. നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ ഉടനീളം നമുക്ക് വചനം വേണം. God give you a word. നിന്റെ വചനത്തെ എനിക്ക് തരണമേ. Praise the Lord. Hallelujah. അതുകൊണ്ട് ഈ പുസ്തകം അരച്ചു കുറച്ച് കുടിച്ചാലും ഇതെല്ലാം കഴിച്ചാൽ പറയത്തില്ല, ഇവനെന്നാ കൊടുത്തിട്ട് നന്നാകുന്നില്ല എന്ന് പറയും. So dead in the spirit. ആത്മാവിൽ നിർജീവത്വം. പുസ്തകമെല്ലാം നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ആത്മാവിൽ സജീവത, നിർജീവത്വം മാറണം. ആത്മീയ പ്രകാശമുള്ളവരായി തീരണം, വ്യക്തതയുള്ളവരായി തീരണം. ജീവിത ബോധം നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ വഴിയെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകണം. It's by the word of God. ദൈവത്തിന്റെ വചനത്താൽ. You should be a hearing person. കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കേൾവി. നമുക്കിങ്ങനെ ഒത്തിരി ചില വലിയ ആൾക്കൂട്ടം നടക്കി എന്ന് കഴിഞ്ഞാൽ ഒത്തിരി ശബ്ദം കേൾക്കാം, പക്ഷെ കേൾവി ഉണ്ടാകത്തില്ല. ആ കമ്മ്യൂണിക്കേഷൻ വളരെ പേഴ്സണലാണ്. കേൾവി വളരെ വ്യക്തിപരമാണ്. ദൈവത്തെ കേൾക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. നിങ്ങളുടെ ജീവിതത്തോടനുബന്ധിച്ച്, നിങ്ങളുടെ ജീവിത സാഹചര്യത്തോടും പശ്ചാത്തലത്തോടും അനുബന്ധിച്ച് നാം ദൈവത്തെ കേട്ടുപോകേണ്ട ഒരു ആവശ്യമാണ്. നമ്മുടെ പരിശോധന, പരീക്ഷണ ബന്ധത്തിൽ നാം ദൈവത്തെ കേട്ടുപോകേണ്ട ആവശ്യമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മളെത്തി, അവിടെ എല്ലാം വലിയ ശബ്ദമാണ്, എത്തി ശബ്ദത്തിൽ നിന്ന് മാറി നിൽക്കും. നമുക്ക് എവിടെ സിഗ്നൽ കിട്ടാവുന്നിടത്തേക്ക് പോകും, അല്ലെ ശബ്ദം ഒഴിഞ്ഞിടത്തേക്ക് പോകും. കേൾവി നമ്മളെ കൂട്ടത്തിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്.
നാം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്, വിൽ ഗോ അവേ ഫ്രം ദ ക്രൗഡ്. ഈ നിലയിൽ കൂട്ടത്തിൽ നിന്ന് കേട്ടോ, എല്ലാവരും കൂടെ കൂടി സമൂഹമായിട്ട് ഒരു വലിയ പദ്ധതിയായിട്ട് ഒരു കാര്യമായിട്ട് നാം കാണുന്നത് സഭാനദിക്കുമ്പോൾ, yet your spirituality is very personal. നിങ്ങളുടെ ആത്മീയത വളരെ വ്യക്തിപരമാണ്. വ്യക്തിപരമായി നിങ്ങൾ ദൈവത്തെ കേട്ടുപോയി മതിയാണ്. യെശയ്യാവ് 50:4 പ്രവാചകൻ കേൾക്കുന്ന കാര്യത്തെ കുറിച്ച് നാം വായിക്കുന്നു. 50:4 എനിക്ക് തോന്നുന്നു. യെശയ്യാവ് 50:4 ഒന്ന് വായിക്കാമോ? എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് എന്റെ ചെവി ഉണർത്തുന്നു. രാവിലെ തോറും ഉണർത്തുന്നു. മോർണിംഗ് ബൈ മോർണിംഗ്. And to hear as a disciple. ശിഷ്യനെ പോലെ കേൾക്കുക. എന്തേ ശിഷ്യനെ പോലെ കേൾക്കുക എന്ന് പറയുന്നത്? പഠിക്കാനായിട്ടാണ് എല്ലാവരും വചനത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. പഠിക്കാനും പഠിപ്പിക്കാനും. പഠിപ്പിക്കേണ്ടാത്തവർ ഇതിന് പോകത്തേ ഇല്ല. വെള്ളിയാഴ്ച ഞായറാഴ്ച ബുധനാഴ്ച വന്നിരുന്ന് കഴിഞ്ഞാൽ പഠിക്കാനും പറ്റും. പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കാനായിട്ട് പഠിക്കും. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. വൺ പ്രിൻസിപ്പിൾ ദാറ്റ് വിൽ കീപ് യു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് നാം പോകേണ്ടത് ശിഷ്യനെ പോലെ കേൾക്കാനായിട്ട്. ഫോർ മീ, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി കേൾക്കാനായിട്ട് വചനം പഠിക്കേണ്ടതിൻ്റെ പ്രാഥമിക ഉദ്ദേശം അതായിരിക്കും. ഫോർ മീ ദാറ്റ് ഐ ക്യാൻ ലിസൺ ആസ് എ ഡിസൈപ്പിൾ. ഒരു ശിഷ്യനായിട്ട് എനിക്ക് കേൾക്കേണ്ടതിനായിട്ട്. അങ്ങനെ മാത്രമേ ശിഷ്യരെ പോലെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് കഴിയത്തുള്ളൂ. Hear God in a personal way. പലപ്പോഴും നാം ദൈവദിനം സംസാരിക്കുമ്പോൾ കേൾവിയിൽ ഒരു ക്രെഡിബിലിറ്റി മറ്റുള്ളവർക്ക് തോന്നാത്തതിന്റെ കാരണം നാം നമുക്കായിട്ട് കേട്ടിട്ടില്ല. We have not applied it to ourselves. നമുക്ക് വേണ്ടി അത് ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ഉപയോഗിക്കാത്ത ഒരു വചനം പോലും മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നു. ഫസ്റ്റ് അപ്ലൈ ടു യുവർസെൽഫ്. ഐ ഹാവ് മെനി പ്രിൻസിപ്പിൾ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബാധകമാക്കാത്ത ഒരു കാര്യം എന്ത് ഫാന്റാസ്റ്റിക് ഐഡിയ ആണെങ്കിലും ഞാൻ പറയില്ല. ബിക്കോസ് ഒരു വചനത്തിൻ്റെ അർത്ഥസാംഗത്യം നമുക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാകണമെങ്കിൽ ആ വചനത്തിൻ്റെ അനുസരണയിൽ തുടങ്ങിയാൽ അത് മനസ്സിലാകത്തുള്ളൂ. ഏതെല്ലാം മൂലഭാഷ പഠിച്ച് ഏതെല്ലാം വേർഷൻസ് പഠിച്ചാൽ, if you want to really know the spirit of a scripture, you need to start obeying that scripture. ആ വചനം അനുസരിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ ആ വചനത്തിലെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. സഹോദരന്മാരെ, വചനത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. സഹോദരന്മാരെ, നിങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയും. You can walk in the light of God. ദൈവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നടക്കുവാനായിട്ട് കഴിയും. Amen. Hallelujah. Praise the Lord. നിങ്ങളാരും ചിന്തിക്കരുത് നിങ്ങളെ ശുശ്രൂഷിക്കുന്നവർ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസിനും ഞങ്ങളെല്ലാം സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് വിചാരിക്കുന്നത്. അവർ ചോയ്സ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ളൊരു കാര്യമല്ല. എല്ലാവരും രാജകീയ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിതർ. We are in touch with God. ദൈവത്തോട് നമുക്ക് ഓരോരുത്തർക്കും ബന്ധപ്പെട്ട് ഇരിക്കേണ്ടതിനുള്ളൊരു വിളിയാണ് നമുക്കുള്ളത്. We have access to God. ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രവേശനമാണ്. Everybody should hear God. എല്ലാവരും ദൈവത്തെ കേൾക്കുന്നവരായിരിക്കും. കേൾവി മാത്രമല്ല, ലിസണിങ്, ശ്രദ്ധിക്കുന്നവരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രധാനമാണ് കേൾവി, ശ്രദ്ധ. അതിൽ കൂടി വരുന്ന സംതിങ് വെരി ഒറിജിനൽ. നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ എത്ര വ്യക്തതയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത്. ആ കേൾവിയിൽ കൂടി നമ്മുടെ ജീവിതത്തിന് മുമ്പോട്ടുള്ള ഗമനം കാലടികൾ കിട്ടണം. പാതയ്ക്ക് വെളിച്ചമായിട്ട് തീരുക. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആ തലങ്ങൾ വർദ്ധിച്ചു വരിക. ഈ കേൾവി നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയെക്കുറിച്ചാണ് നമ്മുടെ വായിക്കുക. കേൾപ്പാൻ ശരിയുള്ളവർക്ക് ഒരു കാര്യം കൂടി ഞാൻ ആ ബന്ധത്തിലൂടെ പറയാം.
KV എല്ലാം കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് സംഭവിക്കുന്നൊരു കാര്യം. ഈ ലേഖനത്തിൽ, ഈ 7 ലേഖനത്തിലും ഈ പരാജയപ്പെട്ട സഭകളോട് പറയുന്ന, 5 സഭകളോട് പറയുന്ന, എല്ലാവരോടും പറയുന്ന ഒരു സന്ദേശം കൂടിയാണ്. റിപ്പന്റ്, പശ്ചാത്തപിക്കുക, അനുതപിക്കുക. റിപ്പന്റ്, റിപ്പന്റ്, റിപ്പന്റ്. ദൈവം അവരോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു റിപ്പന്റ് ചെയ്യാനായിട്ട്. അവർക്ക് റിപ്പന്റൻസ് എന്താണെന്ന് അറിയാതെ പോയി. They didn't know where the problem is. അവരുടെ പ്രശ്നം എവിടെന്ന് അറിയാതെ പോയി. അവരുടെ പതനം എന്താണെന്ന് അറിയാതെ പോയി. അവരുടെ ആത്മജീവിതത്തിൽ വന്ന മനീഭാവം, പിന്മാറ്റം, ഇതിനെക്കുറിച്ച് സുബോധം ഇല്ലാതെ വന്നു. God had to say, this is your problem, repent. കേൾവിൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ പ്രശ്നം അറിയുള്ളൂ. കേട്ട് കഴിയുമ്പോൾ കേൾവിയുടെ റെസ്പോൺസാണ്, അറിയുന്ന കാര്യങ്ങളുടെ റെസ്പോൺസാണ്, ബോധ്യം കിട്ടുന്ന കാര്യങ്ങളുടെ റെസ്പോൺസ്, അതിൻ്റെ പ്രതികരണമാണ്, ദൈവത്തോടുള്ള പ്രതികരണമാണ് റിപ്പന്റൻസ്, അനുതാപം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആദ്യം സംഭവിച്ച ഒരു കാര്യമാണ് അനുതാപം. എനിക്കറിയത്തില്ല എല്ലാവരും അങ്ങനെയാണോ, അവരനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം മോഡേൺ സാൽവേഷനകത്ത് ചിരിച്ചോണ്ടൊക്കെ രക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. There's a repentance. Lord, I'm sorry. പണ്ടത്തെ വലിയ വീരചരിത്രങ്ങളൊക്കെ ഓരോരുത്തർ സാക്ഷ്യങ്ങളായിട്ട് പറയാൻ, ഞാൻ 3 പേരെ കൊന്നു, അത് ചെയ്തു, ഇത് ചെയ്തൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വലിയ കൈയടിക്കുന്നു. ഹീറോ, ഷെയ്മാണ്. ഇതെല്ലാം പണ്ടത്തെ വീരകൃത്യങ്ങളാണ്. എത്രയും നീ ലജ്ജിച്ച് കരയേണ്ടത്, 3 ദിവസം കൊണ്ട് പൊങ്ങരുത്. Sorry God, I went against your way. നിന്റെ മകൻ എന്ന പേര് വിളി പറഞ്ഞ യോഗ്യൻ, I'm sorry it happened. How can you say, and how people can be so sensational about all things? ഇതെല്ലാം കേട്ട ശേഷം അടുത്ത കൺവെൻഷനും അതിനടുത്ത കൺവെൻഷനും ആളെ വിളിച്ചു. It's called going wrong. ദൈവഭക്തിയെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളായി കാണുന്നത്. പലർക്കും പശ്ചാത്താപം എന്താണെന്ന് രക്ഷപ്പെട്ടതിന് ശേഷം തന്നെയും ഒന്നും അറിയത്തില്ല. പലർക്കും അക്കാഡമിക്കാണ്, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടു. പലർക്കും ട്രഡീഷനിലാണ്, പാരമ്പര്യപ്രകാരം അവരങ്ങ് ഏറ്റുപറഞ്ഞു വന്നതാണ്. Repentance. Everybody should have a beginning of repentance. ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ അനുതാപത്തിന്റെ തുടക്കം മസ്റ്റാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥമായി തീർന്നിട്ടുള്ളൂ. അങ്ങനെ അനുദവിച്ചു വന്ന തുടക്കം മുൻപോട്ട് പോകുമ്പോൾ നല്ല തുടക്കങ്ങളുണ്ടെങ്കിൽ തന്നെയും നമ്മിപ്പോൾ കേട്ടുവരുന്ന പോലെ തന്നെ അനുതാപം എന്നൊരു കാര്യം നമ്മളെ വിട്ടങ്ങ് പോകാം. നമുക്ക് അനുതാപമില്ല, പാപബോധമില്ല. നമ്മൾ പറയത്തില്ലേ, താവിയുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇനി കുറവെന്നൊക്കെ പറഞ്ഞു ഒരു കുറവെന്ന് പറയാം. ആരെങ്കിലും ഒരു കുറവ് നേരെ പറയുമ്പോഴാണ് പ്രശ്നം മനസ്സിലാകും. ആന്റിയുടെ ഒരു കുറവ് പറയും. We are nice people, living with nice words. We don't want to face reality. യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. Be very specific about sin. പാപത്തെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിരിക്കണം. And only when you are specific about sin, you will have specific things to repent. അനുദപിക്കാനായിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു ബ്ലാങ്കറ്റ് ക്ലെൻസിങ്ങിലാണ് ജീവിക്കുന്നത്. യേശുവിന്റെ രക്തം സകല ഭാവത്തിനകത്ത് എന്തെല്ലാം ഉണ്ട്. പണ്ടത്തെ പാവമുണ്ട്, ഇപ്പോഴത്തെ പാവമുണ്ട്, നാളത്തെ പാവമുണ്ട്. I ask you, what is the last time you repented before God? ദൈവത്തിന്റെ ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ. What was a specific thing you went to God and repented of? ദൈവസ്ഥലം ചെന്ന് ആ എടുത്ത ദൈവത്തിന്റെ സ്ഥലം സോറി ലോർഡ് എന്ന് പറഞ്ഞ ഒടുവിലത്തെ കാര്യം. No, don't try to live with nice words. നല്ല വാക്കുകളുമായിട്ട് ദൈവസ്ഥലം പോവുക എന്നുള്ളതല്ല. Let's be honest with God. This is life and death. ജീവൻ മരണം കാരണങ്ങളുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. വായിച്ചതുപോലെ we have great examples. വലിയ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. We have great warnings. വലിയ മുന്നറിയിപ്പുകളുമുണ്ട്. അതിന് നടുവിൽ
ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷയെ നാം അത്യന്തം വിലമതിച്ച് നാം ജീവിക്കുകയാണ്. Anything coming between us and God, നമ്മുടെ ദൈവത്തിന്റെ നടുവിൽ വരുന്ന ഏത് കാര്യം നാം ഏറ്റുപറയണം. ഒരു ബ്ലാങ്കറ്റ് ക്ലെൻസിംഗിലല്ല നാം ജീവിക്കേണ്ടത്. യോഹന്നാൻ എന്താ പറയുന്നത്? നാം നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ പിന്നെ നാം നമ്മുടെ പാപങ്ങളെ if we confess our sins, we have a high priest. നമുക്കൊരു നല്ല മഹാപുരോഹിതനുണ്ട്. When it becomes relevant, അതെപ്പോഴാണ് യഥാർത്ഥമാകുന്നത്, പ്രസക്തമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ. കൺഫെസ്. നമ്മുടെ ആത്മജീവിതത്തിലെ വാട്ടത്തിന്റെ ഒരു വലിയ കാരണം, സാധാരണ നമ്മളൊക്കെ കുളിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എപ്പോഴും അഴുക്ക് കളയാൻ മാത്രമല്ല, നമ്മളതിനെ എപ്പോഴും ഇങ്ങനെ ക്രൂഡ് ഓയിലിനകത്തൊന്നും അല്ല ജോലി ചെയ്യും. അതിന് മാത്രം അഴുക്കൊന്നും അങ്ങനെ വിചാരിക്കുന്ന അത്രയൊന്നും ഇല്ല. കുളിക്കുന്നതിനകത്ത് ഒരു കാര്യം, it makes us fresh. Daily കുളിച്ച് it becomes fresh. We should know the fresh value of the blood of Christ regularly. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കഴുകൽ പുത്തനായിട്ട് അതിനോടിരിക്കണം. ദൈവസ്ഥലം ചെന്ന ശേഷം അഭക്തമായിരിക്കുന്ന കാര്യങ്ങൾ, തെറ്റായ വാക്കുകൾ, പ്രതികരണങ്ങൾ, സമീപനങ്ങൾ, ബന്ധങ്ങൾ, നോട്ടങ്ങൾ, ചിന്തകൾ, വാക്കുകൾ, ദൈവമക്കളെ ദൈവത്തോട് മാത്രമല്ല നാം അന്യോന്യം പറയേണ്ട കാര്യങ്ങൾ പറയണം. ഇവ റോങ് സംബന്ധി. കർത്താവ് എന്താ പറഞ്ഞത്? യാഗപീഠത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? നിന്റെ ഓഫറിങ്ങുമായിട്ട് വഴിപാടുമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? അതൊക്കെ കഴിഞ്ഞ് പ്രൈസിന് വിഷിപ്പ് നടത്തിയാൽ മതി എന്നാ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കർത്താവിനെ സേവിക്കാൻ വലിയ ഉത്സാഹത്തോടെ പോവുകയാണ്. അതല്ല ഏറ്റവും വലിയ കാര്യം. Go and reconcile to your brother. നിന്റെ സഹോദരനോട് പോയി നിരക്കുക. Come after that. ദൈവമക്കളെ, this is a wonderful life. ഇത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. Don't play with it. ഇത് നാം നിസ്സാരമായിട്ട് പോകരുത്. Repentance should be part of our life. നമ്മുടെ ജീവിതത്തിലെ നിരന്തര അനുഭവമായിരിക്കണം. കുടുംബജീവിതത്തിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട് റിപ്പന്റ് ചെയ്യാൻ, ഏറ്റു പറയാൻ. But it never happens. നമ്മുടെ കുടുംബജീവിതം വേഗം പുറകോട്ട് പോയി കറപ്റ്റായി നശിച്ച് ഡൈവോഴ്സ് നടക്കുന്നില്ലെന്ന് മാത്രമുള്ളൂ. ഒരുപാട് വീടുകളിൽ ലീഗലായിട്ട് നടക്കുന്നില്ല. ഫാക്ച്വലി ഇറ്റ് ഈസ് ഡൈവോഴ്സ്. ഒരു വസ്തുത എന്നുള്ളത് അലേഖനം ഹൃദയത്തിലാകുന്ന ജീവിക്കുന്നത്. കാരണം ഇറ്റ്സ് വയലേഷൻസ് വൺ അനദർ. അന്യമുള്ള ബന്ധങ്ങളിൽ വരുന്ന ലംഘനങ്ങൾ. I'm sorry. സൗകര്യമാരെ ഞാൻ ചോദിക്കട്ടെ, when is the last time you asked forgiveness to your husband? നിങ്ങളുടെ ഭർത്താക്കന്മാരോട് എന്നാ നിങ്ങൾ ഏറ്റവും വിളിച്ചു വെച്ചാൽ I'm sorry, please forgive me. ഒരു തെറ്റ് ഇതിനെ ചെയ്യാത്തതുകൊണ്ടാണ്. എനിക്കറിയാം 10, 15, 20 വർഷമായിട്ട് ഒരിക്കൽ പോലും ഭർത്താവിനോട് ക്ഷമ ചോദിക്കാതെ അന്യഭാഷകളിൽ സ്തുതിച്ചാരാധിക്കുന്നവരാണ്. ഒരുപാട് കാര്യം ഭർത്താക്കന്മാരുടെ ഗുണമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. But these kind of things happen among us, not among Catholics and heathens. കത്തോലിക്കരുടെയും ജാതികളുടെയും നടുവിലല്ല, ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. ആത്മാവ് കൊണ്ടെന്നല്ല, ആത്മാവിൽ ആരാധിക്കുന്നു. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. So what is it? What a great life God has given. ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബജീവിതമാണ് the best family life ever in the world. Who have no counseling, do not know psychology. മനഃശാസ്ത്രം, കൗൺസിലിംഗ് ഒന്നും ഇല്ലാത്ത കുടുംബജീവിതം, ക്രിസ്തീയ കുടുംബജീവിതങ്ങൾ. Best family life. Why not? കർത്താവ് പറഞ്ഞല്ലോ, ഗുരു നീ എവിടെ പാർക്കുന്നു? നമ്മളെല്ലാവരും വിളിക്കുക, വന്ന് കേൾക്കുക, വന്ന് കേൾക്കുക. Come and listen. There is another message. കർത്താവ് പറഞ്ഞ ആ മെസ്സേജോടെ ചേർത്ത് പറയാം, come and see. വാ, ഞങ്ങളുടെ സഹോദര സ്നേഹങ്ങളാണ്, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളാണ്. Come and see. That's a call. ദൈവമക്കളെ, repentance
നമുക്കൊക്കെ തെറ്റ് സമയം, എനിക്കും തെറ്റ്. ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ ഭാര്യ ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്നല്ലേ. എല്ലാവരും വിചാരിക്കണം ഞാൻ വലിയ മഹാനാണ്. ബട്ട് ഐ കൻ സേ വൺ തിങ്, ഐ ഹാവ് ആസ്ക്ഡ് umpteen times forgiveness. അത് ഞാൻ പറയാം, അനേക പ്രാവശ്യം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. നാം പലതിലും തെറ്റിപ്പോവും, ഉദ്ദേശിക്കാത്ത പലതും സംഭവിച്ചു പോകും. ഇത് കുടുംബജീവിതത്തെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം, ഏറ്റവും കൂടുതൽ ലംഘനങ്ങൾ അവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടായിട്ട് പറയില്ല, പുറത്തത് അങ്ങ് നടക്കത്തില്ല, അധികം ചിലപ്പം ക്ഷമയിലൊന്നും നിൽക്കത്തില്ല. അത് വേറെ വലിയ കുടുംബത്തിലാണ് പിന്നെ പ്രശ്നമില്ല, ആരും അറിയണ്ട, മറ്റുള്ള ആരും അറിയരുതെന്നു. Let us go with our problems, but the only thing is let not others know. ആരും അറിയരുത് നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കട്ടെ. This is why God called you. Now as a church of God, ദൈവത്തിന്റെ സഭ, God's people, ദൈവത്തിന്റെ ജനം, God's chosen people, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. Our call is great. നമ്മുടെ വിളി വളരെ ഉന്നതമാണ്. Okay. 12:5. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ poverty of the spirit, hearing and listening, repentance, ഈ കാര്യങ്ങളൊക്കെ ആത്മാവിലെ ദരിദ്രാവസ്ഥ, കർത്താവിനെ കേൾക്കുക, ശ്രദ്ധിക്കുക, അനുദപിക്കുക, നാളത്തോടും കർത്താവിൽ നിന്ന് കഴിവുകൾ പ്രാപിച്ചു പോവുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സജീവമായി പോകണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടത്തേക്കും കൂടെ നാം വരേണ്ടതായിട്ട്. ഈ പ്രസംഗം കേട്ടിട്ട് നാളെ തൊട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വർക്ക് ലൈക്ക് ദാറ്റ്. ഇതൊന്നും നമുക്ക് വേണ്ടവണ്ണം റെക്കോർഡ് ചെയ്യത്തില്ല. ഇപ്പൊ ഒക്കെ കൊള്ളാമെന്ന് തോന്നാറ് ഇറ്റ് ഇസ് റെക്കോർഡ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ, ഇത് യഥാർത്ഥമാകണമെന്നുണ്ടെങ്കിൽ മറ്റൊരിടം കൂടിയുണ്ട്. യുവർ ഡിവോഷണൽ ലൈഫ്, നിങ്ങളുടെ ധ്യാന ജീവിതം. ദൈവസന്നിധി നിങ്ങൾക്കൊരു സമയമുണ്ടായിരിക്കും. ദൈവത്തെ കേൾക്കണമെന്നത് ആവശ്യമാണ്. അനുദപിക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന പോലെ അനുതാപമൊന്നും വരത്തില്ല. ദൈവത്തിൽ ഇരുന്ന് നോക്കി നമ്മൾ ഒരിക്കലും തെറ്റായി കരുതാത്ത പല കാര്യങ്ങളെ കുറിച്ച് ബോധമുണ്ടാകും. ഒരിക്കലും വ്യക്തമാകാത്ത കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാകും. ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ അറിയും. God's presence. It's a wonderful place. അതിവിശേഷ സ്ഥലമാണ്. Have your devotions. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ വേർതിരിക്കപ്പെട്ട സമയങ്ങൾ ഉണ്ടാകണം. എനിക്കറിയാം എളുപ്പമല്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. പിശാച് മനുഷ്യർ ചെയ്തിരിക്കുന്ന ഏറ്റവും ദോഷം എന്നവർ അറിയാതിരിക്കുന്ന ഒരു കാര്യം, devil has made people busier and busier. നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് തിരക്കാക്കി പിശാച്. ഈ സിസ്റ്റം അതിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വൃദ്ധത്തിൽ നാം ഒരിടത്തേക്ക് മനഃപൂർവ്വം നാം ശ്രമിക്കണം ജീവിതത്തെ സങ്കീർണമാക്കാതെ ലളിതമാക്കിക്കൊണ്ടിരിക്കുക. സങ്കീർണമാക്കണമെങ്കിൽ 2 ജോലി ചെയ്യണം, പിന്നെ അടുത്ത കാര്യം നോക്കണം. അവിടെ ദൈവഭക്തി ആഗ്രഹിക്കുന്ന ചെയ്യേണ്ട മേക്ക് ലൈഫ് സിമ്പിൾ ആസ് പോസിബിൾ. കഴിവുള്ളതിനെ ലളിതമാക്കണം. റിഡീം ടൈം, എങ്ങനെയെങ്കിലും സമയത്തെ നാം കണ്ടെത്തേണ്ട കാര്യങ്ങൾക്കായിട്ട്. ആൻഡ് മൈൻഡ്ലി ഹാവ് എ ടൈം ഓഫ് ഡിവോഷൻ. ദൈവസന്നിധിയിലുള്ള സമയങ്ങൾ നമുക്കുണ്ടായിരിക്കണം. എൻ്റെ പഠനങ്ങളുടെ 2 സ്ഥലങ്ങളാണ് എൻ്റെ ബൈബിൾ പഠനങ്ങളുടെ അടിസ്ഥാന ഇടങ്ങൾ. ഒന്ന് എൻ്റെ ധ്യാന സമയങ്ങളാണ്, അതുകൊണ്ട് തീരത്തില്ല. 2 മൈ വർക്ക്ഷോപ്പ് ഓഫ് ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ വർക്ക്ഷോപ്പ്, എൻ്റെ തൊഴിലിടം, എൻ്റെ കുടുംബജീവിതം, ഞാൻ മറ്റത്തുമായിട്ട് ബന്ധപ്പെടുന്ന എൻ്റെ അനുദിന ജീവിതം. അവിടെ ബൈബിൾ പഠിക്കാൻ പറ്റും. ബൈബിൾ പഠിക്കാൻ എപ്പോഴും പുസ്തകം തുറന്നിരിക്കേണ്ട ആവശ്യമില്ല. വാട്ട് യു നോ ക്യാൻ ബി അപ്ലൈഡ് ദേർ. ജീവിതത്തിലെ പ്രത്യേക സന്ദർഭങ്ങൾ ദൈവം നമ്മോട് ഈ വചനത്തിൽ നമ്മൾ സംസാരിക്കും. വാട്ട് ഈസ് ടു ലിവ് ഹിയർ, ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഹൗ ടു ആൻസർ നൗ,
ഹൗ ടു റിയാക്ട് നൗ, വാട്ട് ടു ചൂസ് നൗ, എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ പ്രതികരിക്കണം. ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഞാൻ തിയറി പറയുകയല്ല ചെയ്യുന്നത്. You can know the word of God. ദൈവത്തിന് വചനം അറിവാനായിട്ട്. Praise the Lord. Have times with God. ദൈവസന്നിധിയിൽ സമയമെടുക്കുന്നത്. ഈ കാര്യങ്ങളുടെ അഭാവത്തിലാണ് ഈ സഭകളെല്ലാം പുറകോട്ട് പോയത്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ this will protect you and preserve you. ഈ കാര്യങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. ഞാൻ ഓർക്കുന്നത് പുറകോട്ട് എൻ്റെ ചെറുപ്പകാലത്താണ് ഡയറക്ട് പ്രിൻസ് വലിയ ഒരു സ്വാധീനമായി തോന്നി. ജനറേഷൻ കേഴ്സ് അവിടെ വരിക എല്ലായിടത്തും എവറിത്തിങ് റോങ്. പ്രത്യേകിച്ച് ഇതാണ് എൻ്റെ എപ്പിസെൻറ്റർ. US നിന്നത് തുടങ്ങും. പെട്ടെന്ന് എല്ലായിടത്തേക്കും പറയുന്നു ഡയറക്ട് പ്രിൻസിൻ്റെ ഓരോ പുതിയ കാര്യങ്ങൾ വന്നു. കെനത്ത് ഹേഗൻ, പ്രോസ്പെരിറ്റി, ഇതെല്ലാം 100% എല്ലാം തെറ്റിപ്പോയി ഞാൻ പറയില്ല. പെർഹാപ്സ് എവിടെയെങ്കിലും ഒരു അതിനൊക്കെ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, ഇല്ല എന്ന് ഞാൻ പറയില്ല. എന്നാൽ ഇവിടെ തുടങ്ങിയ കാര്യങ്ങൾ, പെൻസിക്കോള റിവൈവൽ, ഏതെല്ലാം സ്വാധീനങ്ങൾ, ചിരിക്കുന്ന വിഷാദ താഴെയിടുന്നു, അത് എഴുതുന്ന ആളുകൾ പുതിയ ഫാഷനാണ്. പുതിയ കാര്യങ്ങളിലേക്ക് പീപ്പിൾ ജസ്റ്റ് ഗോ വിതൗട്ട് ഡയറക്ഷൻ. ആളുകൾ ദിശാബോധമില്ല. യു ക്യാൻ ബി പ്രിസർവ്ഡ്. It's not a difficult thing. Be poor in spirit. Be listening to God. Be repentful. Have a devotional life. Amen. Hallelujah. God bless you.